കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇതാണ് വിഷയം. പുറ്റടപ്പ് കാലം വരുന്നു, സർപ്പങ്ങൾക്ക് ഇനിയും പൂജയരുത്. പുറ്റടപ്പ് കാലം എന്ന് വെച്ചാൽ എന്താണ്? മേടമാസത്തിലെ ആയില്യം തൊട്ട് കന്നിമാസത്തിലെ ആയില്യം വരെ ഒരു പക്ഷത്തിലും, ഇടവമാസത്തിലെ ആയില്യം തൊട്ട് തുലാമാസത്തിലെ ആയില്യം വരെ ഒരു പക്ഷത്തിലും, മെയിൻ സർപ്പക്ഷേത്രങ്ങളിൽ, അതായത് സർപ്പങ്ങൾ അവിടുത്തെ പ്രധാന ദേവതയായിട്ടിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒഴിച്ച്, പിന്നെ കൊല്ലത്തിന് തെക്കോട്ടും മിക്ക ക്ഷേത്രങ്ങളിലും അങ്ങനെ പുറ്റടപ്പ് കാലം ഞാൻ കാണുന്നില്ല. അത് ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ വടക്കോട്ടും പിന്നെ ഈ പറയുന്ന തിരുവിതാംകൂർ സൈഡിലും ഒക്കെ കാണുന്ന ഒരു കാര്യമാണ്. അത് നേരത്തെ തൊട്ടേ ഉള്ളതാണ്. കാരണം സ്ത്രീ സർപ്പങ്ങൾക്ക് പ്രജനനകാലവും പുരുഷ സർപ്പങ്ങൾക്ക് താപസ്തിക കാലം, തപസ്സനുഷ്ഠിക്കുന്ന കാലവുമായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പം ഇവർ ഗർഭാവസ്ഥയിരിക്കുമ്പോൾ എന്താ റെസ്റ്റ് എടുക്കും അല്ലേ? അപ്പം ഇത് കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മൾ കലശവും കാവ്യപൂജയൊക്കെ ആയിട്ട് കന്നിമാസം ആകുമ്പോഴും തുലാമാസം ആകുമ്പോഴും ആ ഒരു അശുദ്ധിയൊക്കെ മാറി അവരുടെ തപസ്സും ഒക്കെ, ആണുങ്ങളുടെ തപസ്സും ഒക്കെ കഴിഞ്ഞ് പെണ്ണുങ്ങളുടെ ഈ പ്രസവം പ്രജനനകാലവും ഒക്കെ കഴിഞ്ഞു നവസങ്കല്പത്തിലാണ് നമ്മൾ കലശവും കാവ്യപൂജയൊക്കെ പിന്നെ നമ്മൾ കന്നിയിലും രാത്രിയിലും ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പപ്രതിഷ്ഠ, സർപ്പദോഷങ്ങളെ ആവാഹിച്ച് മാറ്റുക, കാവ് ഒഴിപ്പിക്കുക, പ്രധാന പൂജകൾ ആൾക്കാരുടെ വ്യക്തികളുടെ പേരിലും നാളിലുമൊക്കെ എല്ലാ മാസവും ഈ പൂജകൾ നടത്തുക. എല്ലാ മാസവും ആയില്യം പൂജയുള്ള ക്ഷേത്രങ്ങൾ ഇതൊന്നും പിന്നെ ചെയ്യത്തില്ല. ഈ സമയത്ത് അവരെ അവരുടെ വഴിക്ക് വിടേണ്ട ഒരു കാലഘട്ടമാണ് ഈ 6 മാസം അല്ലെങ്കിൽ 4 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സമയത്ത് ഒരു കാരണവശാലും അവരെ നമ്മൾ കാവിൽ കയറുക, കാവ് വൃത്തിയാക്കുക, കാവിലെ മരങ്ങൾ മുറിക്കുക, പൂജകൾ ചെയ്യുക ഒന്നും പാടില്ലാത്ത രീതിയാണ്. ഈ ചില സമ്പ്രദായങ്ങളിൽ പുറ്റടപ്പ് കാലത്തും പൂജകൾ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞ കൊല്ലത്ത് നിന്നും തെക്കോട്ട്, തിരുവനന്തപുരം ദേശത്തൊക്കെ മിക്ക ക്ഷേത്രങ്ങളും സർപ്പങ്ങൾക്ക് നിത്യപൂജയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അവിടെ പണ്ട് തൊട്ടേ ആചരിച്ചു വന്ന രീതി അതാണ്. അതുകൊണ്ട് അവിടെ അത് ആചരിച്ചു പോകുന്നുള്ളതേ ഉള്ളൂ. അവിടെ ചില ക്ഷേത്രങ്ങൾ ഞാൻ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്, പുറ്റടപ്പൊക്കെ ആചരിച്ചു വരുന്ന കണ്ടുണ്ട്. അപ്പം നമുക്ക് ദോഷങ്ങൾ എന്തെങ്കിലും മാറ്റുക, കാവുകൾ എന്തെങ്കിലും ഒഴിപ്പിക്കുക, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ നൂറുപാലൊക്കെ നടത്തുക ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടവത്തിലെ ആയില്യത്തിന് അല്ലെ അതിന് മുമ്പായിട്ട് ചെയ്യണം. അത് ഓർമ്മിപ്പിച്ചു അല്ലെ അത് അറിയാൻ വയ്യാത്തവർക്കായിട്ട് പറഞ്ഞു തന്നു മാത്രം. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.